Welcome to CSCR JRF NET examination classes. General aptitude, class number 25. General aptitude, lesson number 12. Continues. Time, speed, distance, part 2. In the last class, we have seen 10 problems relating time, speed, and distance. Today also, we see some more questions from the topic time, speed, distance, part 2. This is a question. Two guns are fired from the same place at an interval of 6 minutes. A person approaching the place observes that 5 minutes 50 seconds have elapsed between the hearings of the sound of the two guns. If the velocity of the sound is 330 meters per second, the man was approaching that place at what speed in kilometer per hour? You see, two guns are fired from the same place at an interval of 6 minutes. ഒരേ സ്ഥലത്ത് നിന്നാണ് രണ്ട് ഗണ്ണ് ഫയർ ചെയ്യുന്നത്. ടു ഗൺസ് ആർ ഫയർഡ് ഫ്രം ദി സെയിം പ്ലേസ് അറ്റ് എ ഇന്റർവൽ ഓഫ് 6 minutes. 6 minute ഗ്യാപ്പിലാണ് ഈ രണ്ട് ഗണ്ണ് ഒരേ സ്ഥലത്ത് നിന്ന് ഫയർ ചെയ്യുന്നത്. എ പേഴ്സൺ അപ്രോച്ചിങ് ടു ദ പ്ലേസ്, ആ സ്ഥലത്തേക്ക് വരുന്ന ഒരാൾ ഒബ്സർവ്സ് ദാറ്റ് 5 minutes 50 seconds ഹാവ് ഇലാപ്സ്ഡ് ബിറ്റ്വീൻ ദ ഹിയറിങ്സ് ഓഫ് ദി സൗണ്ട് ഓഫ് ദി ടു ഗൺസ്. അപ്പോൾ 6 minute ഇടവിട്ടാണ് ഈ തോക്കുകൾ ഫയർ ചെയ്യുന്നത് എങ്കിലും അതിനടുത്തേക്ക് വരുന്ന ആൾ കേൾക്കുന്നത് 5 minute 52 seconds ഗ്യാപ്പിലാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. ഒരു ടൈം ഡിഫറൻസ് അയാൾക്ക് ഫീൽ ചെയ്യുകയാണ്. 5 minute 52 seconds ടൈം ഡിഫറൻസ് അയാൾക്ക് തോന്നുന്നത്. ആക്ച്വലി 6 minute ഗ്യാപ്പ് ഉണ്ടായിരുന്നു. If the velocity of sound is 330 meters per second, the man was approaching that place at what speed? And the speed we have to say in kilometer per hour. So the choices are A 24 km per hour, B is 27 km per hour, kmph. We read as kilometer per hour, 30 and 36 km per hour. The answer is B. Answer is B, option B. We can see the method, the difference of time. അപ്പോൾ ആക്ച്വൽ സമയവും ഇയാൾ കേൾക്കുന്ന സമയവും തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കുകയാണ്. 6 minute 5 minutes and 52 seconds, 8 seconds. അതായത് 6 minute എന്ന് പറഞ്ഞാൽ 5 minute 60 seconds ആണല്ലോ. ഇപ്പോൾ സെക്കൻഡിനെ മിനിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ 60 seconds ആകും. അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ 6 minute നിന്ന് 5 minute 52 seconds കുറച്ചാൽ 8 minute ആണ്, 8 seconds ആണ് ഡിഫറൻസ് ഉള്ളത്. അത് നോട്ട് ചെയ്യണം ആദ്യമേ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ മാൻ ഇൻ 5 minutes 52 seconds ഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ സൗണ്ട് ഇൻ 8 seconds. ഇയാൾ മുന്നോട്ട് ചെല്ലുമ്പോഴാണല്ലോ ഈ ടൈം ഗ്യാപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 5 minute 52 seconds കൊണ്ട് ഇയാൾ സഞ്ചരിക്കുന്ന ദൂരം അത് സൗണ്ട് 8 seconds കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ്. അങ്ങനെ വരും. ഇത് മുന്നോട്ട് ചെല്ലുമ്പോൾ ടൈം ഡിഫറൻസ് കേൾക്കുന്നത് മനസ്സിലാകുന്നത്. അപ്പോൾ 5 minute 52 seconds കൂടി ഇയാൾ എത്ര ദൂരം ചെല്ലും, ആ ദൂരം സൗണ്ട് 8 seconds കൂടി സഞ്ചരിച്ചിരിക്കും. ആ 8 seconds ഗ്യാപ്പ് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്താണ്? ഇപ്പോൾ സൗണ്ട് സ്പീഡ് 330 ഉണ്ട്, 8 minute കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ അത് 2640 മീറ്റർ സഞ്ചരിക്കും. 2640 മീറ്റർ. അപ്പോൾ ഇത്രയും ദൂരമാണ് ഇയാൾ കവർ ചെയ്തത്. അപ്പോൾ അത്രയും ദൂരം കവർ ചെയ്താൽ അയാൾ എടുക്കുന്ന സ്പീഡ് എന്താണ്? അയാളുടെ സ്പീഡ് എന്തായിരുന്നു? അതിന് നമ്മൾ S/T എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ. ഇപ്പോൾ 2640 meter by 5 minutes 52 seconds. ഇയാളുടെ ആ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 5 minutes 52 seconds എന്ന് പറഞ്ഞാൽ, ഈ 5 minutes എന്ന് പറഞ്ഞാൽ 300 seconds വരും. 5×60 പ്ലസ് 52, അപ്പോൾ 352. അപ്പോൾ 2640 by 352 അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൽ കിലോമീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 18/5 കൊണ്ട് കുടിക്കണം. നമുക്കറിയാമല്ലോ
കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൂട്ടാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ചാകുമ്പോൾ 18/5 കിലോമീറ്റർ പെർ അവർ ആകും. കാരണം നമ്മുടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് കിലോമീറ്റർ പെർ അവറിലാണ്. വി ഹാവ് ടു ഫൈൻഡ് ദി ആൻസർ ഇൻ kmph. സോ വി മൾട്ടിപ്ലൈ the value 2640 by 352 by 18 into 18/5. The answer is 27. 27 kmph is the answer. Next question. Running at 5/4 of his usual speed, an athlete improves his timing by 5 minutes. The time he usually takes to run the same distances. ഒരു അത്ലറ്റ് അയാളുടെ സാധാരണ ഓട്ടത്തിൻ്റെ സ്പീഡുണ്ടല്ലോ അതിനേക്കാൾ അല്പം കൂടുതൽ ഒരു 5/4 സ്പീഡിൽ, ഇപ്പോൾ വി ആണ് സ്പീഡെങ്കിൽ അല്ലെങ്കിൽ എക്സ് ആണ് സ്പീഡെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതൽ ഒരു 1.25 5/4 സ്പീഡിൽ അധിക സ്പീഡിൽ അയാൾ ഓടിയാൽ 5 മിനിറ്റ് ലാഭിക്കുക. ദ ടൈം ഹി യൂഷ്വലി ടേക്സ് ടു റൺ ദ സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ ആ ദൂരം പിന്നെ ഓടാനായിട്ട് പതിവായിട്ട് എടുക്കുന്ന സമയം എത്രയാണ്? 30 മിനിറ്റ്, 28 മിനിറ്റ്, 25 മിനിറ്റ്, 23 മിനിറ്റ്. ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരാളിപ്പോൾ ഒരു എയിൽ ബിയിലേക്ക് ഓടുകയാണ്. യൂഷ്വൽ സ്പീഡിൽ ഓടിയാൽ ഒരു പ്രത്യേക സമയം എടുക്കും. പിന്നെ യൂഷ്വൽ സ്പീഡിൻ്റെ ഒരു 5/4 ടൈം ആകുകയാണെങ്കിൽ അയാൾക്ക് 5 മിനിറ്റ് ലാഭം ഉണ്ടാകും. എങ്കിൽ ശരിക്ക് എത്ര സമയമാണ് യൂഷ്വൽ സ്പീഡിൽ പോയാൽ എത്ര സമയം എടുക്കുന്നത്? അപ്പോൾ ഇവിടെ ഒരു 4 ആൻസർ ഉണ്ട്. 30 മിനിറ്റ്, 28 മിനിറ്റ്, 25 മിനിറ്റ്, 23 മിനിറ്റ്. ലെറ്റ് us see the answer. Answer is C. C is 25 minutes. Let us see the answer. When the athlete walks at ഓടിയല്ല നടക്കുന്ന ആളാണ്, walks at 5/4 of the usual speed, then he takes 4/5 of the usual time. അപ്പോൾ അതാ പോയിന്റ് കൊടുക്കണം. സ്പീഡ് കൂടിയാൽ ടൈം കുറയുമല്ലോ. കാരണം SS വി ഇൻറ്റു ടി ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ SS വി ഇൻറ്റു ടി ആകുമ്പോൾ വി കൂടുമ്പോൾ ടൈം കുറയും. അപ്പോൾ വി 5/4 ആയാൽ ടി 4/5 ആകും. ആ 1 എന്നുള്ള കോൺസ്റ്റൻ്റ് ഇരിക്കണ്ടേ? ഇപ്പോൾ S 1 എന്ന് വിചാരിക്കും. അപ്പോൾ വി 5/4 ആയാൽ ടി 4/5 ആകും. കാരണം സ്പീഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈമാണ്. സ്പീഡ് പ്രൊപ്പോർഷൻ 1/2 ടൈമാണ്. SS വി ഇൻറ്റു ടി. ഇപ്പോൾ വി S/T ആണ്, 1/2 ആണ് വരുന്നത്. അപ്പോൾ ആ 5/4 ഇയാളുടെ സ്പീഡാണെങ്കിൽ ടൈം 4/5 ആയിട്ട് മാറും. ഈ 4/5 ടൈമായിട്ട് കുറയുമ്പോഴാണ് 5 മിനിറ്റ് സേവ് ചെയ്യുന്നത്. സോ യൂഷ്വൽ ടൈം മൈനസ് 4/5 ഓഫ് യൂഷ്വൽ ടൈം. യൂഷ്വൽ ടൈം മൈനസ് 4/5 ഓഫ് യൂഷ്വൽ ടൈം. ഓഫ് മീൻസ് ഇൻറ്റു ഈക്വൽ ടു 5 മിനിറ്റ്. അപ്പോൾ 1 മൈനസ് 4/5. അപ്പോൾ യൂഷ്വൽ ടൈം നമുക്ക് 1 എന്ന് വിളിച്ചാൽ 1 മൈനസ് 4/5. എക്സ് എന്ന് വിളിച്ചാൽ എക്സ് മൈനസ് 4/5 എക്സ്. ദാറ്റ് ഈസ് 1/5 ഓഫ് എക്സ് യൂഷ്വൽ ടൈം ഈക്വൽ 5 മിനിറ്റ്. So x is what? Cross multiply. 25/1, 25 minutes. That is the answer. Next question. In a race of 1000 meter, A can beat B by 100 meter in a 100 meter. In a 400 meter, B beats C by 40 meter. In a race of 500 meter, A will beat C by. ഒരു ക്വസ്റ്റ്യൻ മെസ്സേജ് കാണാം. ഒരു 1000 മീറ്റർ ഓട്ടത്തിലാണെങ്കിൽ എ എന്ന ആൾ ബി എ ഒരു 100 മീറ്റർ തോൽപ്പിക്കും. ഒരു 100 മീറ്റർ ഓട്ടത്തിലാണെങ്കിൽ ബി എന്ന അത്ലറ്റ് സി എ 40 മീറ്റർ തോൽപ്പിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 500 മീറ്റർ ഓട്ടത്തിൽ എ എന്ന അത്ലറ്റ് സി എ എത്ര മീറ്റർ തോൽപ്പിക്കും? അപ്പോൾ 95 മീറ്റർ, 50 മീറ്റർ, 45 മീറ്റർ, 60 മീറ്റർ.
ക്വസ്റ്റ്യൻ ആലോചിക്കുക. ഓപ്ഷൻ എ, വെൻ എ റൺസ് 1000 മീറ്റർ, ബി റൺസ് 900 മീറ്റർ. എന്നാലേ 100 മീറ്റർ തോപ്പിക്കാൻ പറ്റുള്ളൂ. ഹെൻസ് വെൻ എ റൺസ് 500 മീറ്റർ, ബി റൺസ് 450 മീറ്റർ. അത് നമ്മൾ ആ ക്വസ്റ്റിൻ്റെ ആ രീതിയിലേക്ക് ഒരു 500 മീറ്ററിലേക്ക് കൊണ്ടുവരിക നമ്മൾ. വെൻ എ റൺസ് 500 മീറ്റർ, ബി റൺസ് 450 മീറ്റർ. അഗൈൻ വെൻ ബി റൺസ് 400 മീറ്റർ, സി റൺസ് 360 മീറ്റർ. ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ടുള്ള 40 മീറ്ററിൻ്റെ ഒരു വ്യത്യാസം. ആൻഡ് വെൻ ബി റൺസ് 450 മീറ്റർ, സി റൺസ്. അപ്പോൾ നോക്കിയേ, 400-നെ നമ്മൾ 450 മീറ്റർ ആക്കിയാണ്. ആ മുകളിൽ ഒരു 500 മീറ്റർ 450 മീറ്റർ ബിയുടെ പറഞ്ഞില്ലേ, ആ കണക്കിലേക്ക് നമുക്ക് ബിയുടെ ഓട്ടത്തെ കൊണ്ടുവരികയാണ്. ആൻഡ് വെൻ ബി റൺസ് 450 മീറ്റർ, സി റൺസ്. ഇപ്പം എങ്ങനെയാണ്, 400-നെ 360 എങ്കിൽ 450 എത്ര? അതാണ് വെൻ ബി റൺസ് 400 മീറ്റർ, സി റൺസ് 360. 40 മീറ്റർ ബീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആൻഡ് വെൻ ബി റൺസ് 450 മീറ്റർ, സി റൺസ്. അതായത് 400 മീറ്ററിന് 360 ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 360 ആണെങ്കിൽ 450 മീറ്ററിന് എത്ര? ഇപ്പോൾ 405 മീറ്ററാണ്. നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടും 405 മീറ്റർ. റിക്വയർഡ് ഡിസ്റ്റൻസ്. ഇപ്പോൾ 500 മീറ്റർ ഓട്ടമാണ്. 500 മീറ്റർ ഓട്ടത്തിൽ ബി എയുടെ 500 മീറ്റർ ഓട്ടത്തിൽ ബി റൺ ചെയ്യുന്നത് 450 മീറ്ററാണ്. ബിയുടെ 450 മീറ്ററിൽ സി റൺ ചെയ്യുന്നത് 405 മീറ്ററാണ്. അപ്പോൾ എ ബീറ്റ് ചെയ്യുന്നത് എത്രയാണ്? എ സി എത്ര മീറ്റർ ബീറ്റ് ചെയ്യും ഒരു 500 മീറ്റർ ഓട്ടത്തിൽ? ആ റിക്വയർഡ് ഡിസ്റ്റൻസ് 500 മൈനസ് 405, 95 മീറ്റർ. ദിസ് മീൻസ് എ റൺസ് 500 മീറ്റർ, B can run 450 meter and C runs 405 meter. So answer is A. That is 95 meter. 500-ഉം 405-ഉം തമ്മിലുള്ള ഡിഫറൻസ് 95 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A runs twice as fast as B and B runs thrice as fast as C. The distance covered by C in 72 minutes will be covered by A in how many minutes? That's the question. A runs twice as fast as B and B runs thrice as fast as C. The distance covered by C in 72 minutes will be covered by A in. അപ്പോൾ എ ഓടുന്നത് ബിയേക്കാൾ ഇരട്ടി സ്പീഡിലാണ്, ബി ഓടുന്നത് സിയേക്കാൾ 3 ഇരട്ടി സ്പീഡിലാണ്. ഇത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ സി ഈ 72 മീറ്റർ. അപ്പോൾ സി കവർ ചെയ്യുന്നത് 72. ഇത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ സി 72 മിനിറ്റ്. 72 മിനിറ്റ് കൊണ്ട് സി കവർ ചെയ്യുന്ന ദൂരം എ കവർ ചെയ്യാൻ എത്ര സമയമെടുക്കും? 18 മിനിറ്റ്, 24 മിനിറ്റ്, 16 മിനിറ്റ്, 12 മിനിറ്റ്. Answer is D, 12 minutes. You see the answer. The ratio of the speed of ABC. അപ്പോൾ അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ 6:3:1 എന്ന് വരുള്ളൂ. എങ്ങനെ വരും നോക്കിക്കേ, 6:3:1 അവരുടെ സ്പീഡ് റേഷ്യോ. സിയുടെ സ്പീഡ് 1 ആണെങ്കിൽ ബിയുടെ സ്പീഡ് എത്ര വരും? 3 വരും. ത്രൈസ് ആണല്ലോ. അപ്പോൾ ബിയുടെ സ്പീഡ് 3 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണല്ലോ എയുടെ സ്പീഡ്. അപ്പോൾ 6 വരും. അപ്പോൾ സ്പീഡ് റേഷ്യോ 6:3:1 ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, 6:3:1. അപ്പോൾ സ്പീഡ് ടൈമിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണല്ലോ. അപ്പോൾ ടൈം റേഷ്യോ ചെയ്യാണ്. ടൈം റേഷ്യോ എയുടെയും ബിയുടെയും സിയുടെ ടൈം റേഷ്യോ റെസിപ്രോക്കലായിട്ട് പറയണം. 1/6:1/3:1. അത് നമ്മൾ 6 കൊണ്ട് കുടിച്ചാൽ നമുക്ക് ഫ്രാക്ഷൻ മാറ്റാം. 1:2:6. അപ്പോൾ ഇതാണ് അവരുടെ സ്പീഡ് ടൈം റേഷ്യോ. 1:6:2:6.
ഹെൻസ് ടൈം ടേക്കൺ ബൈ എ. അപ്പോൾ 72 മിനിറ്റ് സിയുടെ ഓട്ടത്തിൽ എ എടുക്കുന്ന സമയം. അപ്പോൾ സിയുടെ ടൈം റേഷ്യോ 6 ആണ്. അപ്പോൾ 6 എന്നുള്ള 72 ആണെങ്കിൽ എയുടെ 1 ആണ്. 1 എത്ര? അപ്പോൾ അത് 12 മിനിറ്റ്, 12 മിനിറ്റ്. ദാറ്റ് ഈസ് യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A motorboat in still water travels at a speed of 36 km per hour. It goes 56 km upstream in 1 hour and 45 minutes. The time taken by it to cover the same distance down the stream will be. അപ്പോൾ ഒരു മോട്ടോർ ബോട്ട് സ്റ്റിൽ വാട്ടറിൽ 36 കിലോമീറ്റർ പെർ അവർ പോകും. 36 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വരും. 10 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ഇറ്റ് ഗോസ് 56 കിലോമീറ്റർ അപ്സ്ട്രീം. ഒഴുക്കിനെതിരെ 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 56 കിലോമീറ്റർ സഞ്ചരിക്കും. 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 56 കിലോമീറ്റർ അപ്സ്ട്രീം ഒഴുക്കിനെതിരെ സഞ്ചരിക്കും. ദ ടൈം ടേക്കൺ ബൈ ടു കവർ ദി സെയിം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം. അപ്പോൾ ഒഴുകി അനുകൂലമായിട്ട് ഈ ബോട്ട് ഓടുകയാണെങ്കിൽ അത് എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഒരു എളുപ്പ വഴി നമുക്ക് കാണുന്നത്, ഇവിടെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ സി ആണ്. അപ്പോൾ നമുക്ക് ഒഴുക്കിനെതിരെ 1 മണിക്കൂർ 40 മിനിറ്റും ഒഴുക്ക് അനുകൂലമായ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പോൾ ആൻസർ സി ആണ്. അപ്പോൾ അത് ഇവിടെ ഉത്തരം എവിഡൻ്റ് ആണ്. കാരണം ഒഴുക്കിന് അനുകൂലമായിട്ട് സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും സമയം കുറച്ചല്ലേ എടുക്കുള്ളൂ. അപ്പോൾ കുറച്ചുള്ള ഈ 1 മണിക്കൂർ 40 മിനിറ്റിനേക്കാൾ കുറവ് സമയം ഒറ്റ ചോയ്സുകൾ ഇതിനകത്ത് 1 hour 24 മിനിറ്റ് എന്ന ഒറ്റ ചോയ്സുകൾ. ബാക്കിയെല്ലാം കൂടുതലാണ്. നേരത്തെയുള്ള അപ്സ്ട്രീം ടൈമിനേക്കാൾ കൂടുതലാണ് ബാക്കിയിലാന്നിരിക്കുന്നത്. അപ്പോൾ കണക്ക് ചെയ്യാതെ തന്നെ ഇവിടെ ഉത്തരം പറയാൻ പറ്റും. കാരണം ഡൗൺ സ്ട്രീമിന് സ്പീഡിലാണ് പോകുന്നത് ബോട്ട്, അതുകൊണ്ട് ടൈം കുറവ് മതി. ഉത്തരം സി ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ കുറവ് ടൈം. അങ്ങനെ ഒരു ഗസ് വർക്കിൽ ഇവിടെ ഉത്തരം പറയാം. പക്ഷെ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കുക. 1 hour 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവറാക്കുമ്പോൾ ഈ 45 മിനിറ്റിനെ അവറാക്കുമ്പോൾ നമുക്ക് 45 60 3/4 എന്ന് കിട്ടും. കൂട്ടുമ്പോൾ 7/4 hours എന്ന് കിട്ടും. സ്പീഡ് ഓഫ് ദി മോട്ടോർ ബോട്ട് അപ്സ്ട്രീം സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ 56 കിലോമീറ്റർ ബൈ 7/4 hours. അപ്സ്ട്രീം സ്പീഡാണ് കേട്ടോ. അപ്സ്ട്രീം സ്പീഡ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 32 കിലോമീറ്റർ പെർ അവർ ആണ്. ലെറ്റ് സ്പീഡ് ഓഫ് ദി കറണ്ട് ഇത് സ്ട്രീമിലെ അല്ലെങ്കിൽ റിവറിൻ്റെ സ്പീഡ് നമുക്ക് എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതാം. ഹെൻസ് 36 - x is 32. അപ്പോൾ ഇതാണ് ശരിക്കും ഈ സ്റ്റിൽ വാട്ടറിൽ അതിൻ്റെ സ്പീഡായിട്ട് വരുന്നത്. സ്റ്റിൽ വാട്ടർ സ്പീഡ് എന്ന് പറഞ്ഞിട്ടല്ലോ. എത്രയാണ് സ്റ്റിൽ വാട്ടർ സ്പീഡ്? 36 ആണ്. മോട്ടോർ ബോട്ട് ട്രാവൽസ് സ്റ്റിൽ വാട്ടറാണ് 36. അപ്പോൾ ഒഴുക്കിനെതിരെ പോകുന്നത് 32 പോകാൻ പറ്റുള്ളൂ. ഒഴുക്കിനെതിരെയുള്ള സ്പീഡ് 32 ആണ്. അപ്പോൾ റിവറിൻ്റെ സ്പീഡ് എക്സ് എന്ന് പറഞ്ഞാൽ 36 - 32 4 കിലോമീറ്റർ പെർ എന്ന് പറയും. അപ്പോൾ എന്താണ് സ്റ്റിൽ വാട്ടറിൽ മോട്ടോർ ബോട്ടിൻ്റെ സ്പീഡ് 36 ആണ്. ഒഴുക്കിനെതിരെ അപ്സ്ട്രീം പോകുമ്പോൾ സ്പീഡ് 32 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഡിഫറൻസ് 4 കിലോമീറ്റർ പെർ അവർ എന്ന് പറയും. അതാണ് സ്പീഡ് ഓഫ് ദി കറണ്ട്. ഒഴുക്കിൻ്റെ സ്പീഡ് അതാണ്, നദിയുടെ സ്പീഡ് അതാണ്. അപ്പോൾ ഇനി ഡൗൺ സ്ട്രീമിൽ എന്തായിരിക്കും സ്പീഡ്? ബോട്ടിൻ്റെ സ്പീഡിൻ്റെ കൂടെ 4 കൂട്ടണം. 36 + 4. ഡൗൺ സ്ട്രീമിൽ സ്പീഡ് കൂടും. അത് 40 കിട്ടും. അപ്പോൾ ടൈം ടേക്കൺ ടു ട്രാവൽ 50 കിലോമീറ്റർ അറ്റ് 40 കിലോമീറ്റർ പെർ അവർ.
അത് എസ് ടൈം ടേക്കൺ ടി ഇസ് എസ് ബൈ വി ആണ്. എസ് 56/40 7/5 അവേഴ്സ് എന്ന് കിട്ടും. അത് നമ്മൾ കൺവേർട്ട് ചെയ്താൽ 1 hour 24 minutes അല്ലെങ്കിൽ 1.4 എന്ന് കിട്ടും. 4 എന്ന് പറഞ്ഞാൽ 4 6 24 1 hour 24 minutes എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An adult runs a 200 meters race in 24 seconds. His speed in kilometer per hour is. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ വെലോസിറ്റിയുടെ ഇക്വേഷൻ മാത്രം, ഫോർമുല മാത്രം അപ്ലൈ ചെയ്താൽ മതി. 20 24 28.5 30. അപ്പോൾ നമ്മൾ സ്പീഡ് കാണുന്നത് S/T ആണ്. 200/24 അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് നമ്മൾ 18/5 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ, മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കുകയാണ്. അതുകൊണ്ട് 18/5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 30 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. If A travels to his school from his house at a speed of 3 km/h, then he reaches the school 5 minutes late. If he travels at the speed of 4 km/h, he reaches the school 5 minutes earlier than school time. The distance of his school from his house is. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഒരാൾ എ എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ 3 km/h നടക്കുകയാണെങ്കിൽ അയാൾ സ്കൂളിൽ എത്തുമ്പോൾ 5 മിനിറ്റ് താമസിച്ച് പോകും. അതേപോലെ അയാൾ ഒരു 4 km/h നടന്നു പോകുന്നതെങ്കിൽ അയാൾ 5 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും. സ്കൂൾ ടൈമിനേക്കാൾ 5 മിനിറ്റ് നേരത്തെ എത്തും. എങ്കിൽ ഇയാളുടെ വീടും സ്കൂളും തമ്മിൽ അകലം എത്ര എന്നാണ് ചോദ്യം. 1 kilometer, 2 kilometer, 3 kilometer, 1 2 3 kilometer, 4 kilometer. അങ്ങനെ 4 ചോയ്സ് കൊടുത്തിരിക്കുകയാണ്. You see the solution. Let the distance between the school and the home is x kilometer. The difference of time when A goes to school രണ്ട് സ്കൂൾ വേണ്ട, ഒരു സ്കൂൾ മതി. A goes to school with these two different speed is 10 minutes. അതായത് ആദ്യം പോകുമ്പോൾ നോക്കിക്കേ 3 km/h പോലെ 5 മിനിറ്റ് താമസിച്ചെത്തും. 4 km/h പോയാൽ 5 മിനിറ്റ് നേരത്തെ എത്തും. അപ്പോൾ ഈ രണ്ട് യാത്രയുടെ ഡിഫറൻസ് 10 മിനിറ്റാണ്. 3 കിലോമീറ്ററിന് പോയാൽ 5 മിനിറ്റ് അയാൾ താമസിക്കും, 4 പോയാൽ 5 മിനിറ്റ് ലാഭിക്കും. അപ്പോൾ രണ്ട് യാത്രയുടെയും ടൈം ഡിഫറൻസ് 10 മിനിറ്റ് കിട്ടും. 10 മിനിറ്റിന് അവർ ആക്കുമ്പോൾ നമുക്ക് 1/6 അവർ എന്ന് കിട്ടും. അതാണ് ടൈം ഡിഫറൻസ്. ടൈം ഡിഫറൻസ്. നൗ എക്സാം ദൂരം വിചാരിക്കുക, സ്കൂളും വീടുമായിട്ടുള്ള ദൂരം എക്സാം വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ യാത്രയുടെ ടൈം x/3, രണ്ടാമത്തെ യാത്രയുടെ ടൈം x/4. അത് കുറച്ച് സമയം മതി. സ്പീഡ് കൂട്ടിയാൽ രണ്ടാമത്തെ യാത്ര 4 പോകുന്നു. അപ്പോൾ x/3 x/4 അവയുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ഈ 1/6 എന്നുള്ള ആ ടൈം കിട്ടും. 1/6 അത്ര അവർ കിട്ടും. അപ്പോൾ x/3 - x/4 എന്ന് പറഞ്ഞാൽ എൽസിയം കൊണ്ട് കുറയ്ക്കുമ്പോൾ x/12 അത് 1/6 ആണ്. അപ്പോൾ x = 12/6 ക്രോസ് മൾട്ടിപ്ലൈ 2 കിലോമീറ്ററാണ്.
സ്കൂളും വീടും തമ്മിലുള്ള അകലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man starts climbing a 11-meter high wall at 5 p.m. In each minute he climbs up 1 meter but slips down 50 centimeter. At what time will he climb the wall? ഒരു മനുഷ്യൻ ഒരു മതിൽ കയറുകയാണ് 5 മണിക്ക്. 11 മീറ്റർ പൊക്കമുള്ള വാളാണ്. ഓരോ മിനിറ്റിലും ഇയാൾ 1 മീറ്റർ കയറും, 1/2 മീറ്റർ, 50 സെൻറ്റിമീറ്റർ, 1/2 മീറ്റർ താഴോട്ട് സ്ലിപ്പ് ചെയ്യും. നിങ്ങൾ എത്ര മണിക്ക് ഇയാൾ ഈ കയറ്റം പൂർത്തിയാക്കും? 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 മീറ്റർ പൊക്കമുള്ള വാളാണ്. 5 മണിക്കാണ് കയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മീറ്റർ കയറിയാൽ 1 മിനിറ്റ് കൊണ്ട് 1 മീറ്റർ കയറിയാൽ in each minute he climbs up 1 meter but slips down 50 centimeter. അപ്പോൾ 1 മിനിറ്റിൽ 1 മീറ്റർ കയറും, 50 സെൻറ്റിമീറ്റർ, 1/2 മീറ്റർ ഇറങ്ങും. അറ്റ് വാട്ട് ടൈം വിൽ ഹി ക്ലൈംബ് ദി വാൾ? അപ്പോൾ ഈ ഭിത്തി അത് കയറി പൂർത്തിയാക്കാനായിട്ട് എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ എത്ര മണിക്ക്? 5 മണിക്ക് ശേഷം 5:30 PM, 5:21 PM, 5:25 PM, 5:27 PM. You see, man climbs 1 meter and slips 50 centimeter, that is 0.5 meter in 1 minute. 1 മിനിറ്റിൽ 1 മീറ്റർ കയറും, 1/2 മീറ്റർ ഇറങ്ങും. അപ്പോൾ നെറ്റ് 1/2 മീറ്ററാണ് 1 മിനിറ്റ് കയറുന്നത്. ദാറ്റ് ഈസ് ഹി ക്ലൈംസ് 0.5 മീറ്റർ ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റിൽ 0.5 മീറ്റർ. ബട്ട് ഇൻ ദ ലാസ്റ്റ് മിനിറ്റ് ഹി വിൽ ക്ലൈംബ് 1 മീറ്റർ ഇറ്റ് സെൽഫ് ആസ് ഹി ഗെറ്റ്സ് ഓൺ ദി ടോപ്പ്. ഇപ്പോൾ ലാസ്റ്റ് ആ കയറ്റത്തിൽ 1 മീറ്റർ കയറിയാൽ പിന്നെ താഴോട്ട് സ്ലിപ്പ് ചെയ്യത്തില്ല, മുകളിൽ എത്തിക്കഴിയും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇയാൾ 1 മീറ്റർ കയറിയിരിക്കുക. ബാക്കി എല്ലാത്തിലുമാണ് ഓരോ മിനിറ്റിലും ഇയാൾ ഇറങ്ങുന്നത്. അപ്പോൾ 1/2 മീറ്റർ വെച്ചേ ഉള്ളൂ. സോ ടൈം ടേക്കൺ ടു ക്ലൈംബ് 11 മീറ്റർ. അപ്പോൾ 10 മീറ്റർ വരെ പ്രശ്നമില്ല. 10 മീറ്റർ വരെ ഉള്ള ദൂരത്തിൽ ഇയാൾ 1/2 മീറ്റർ വെച്ചാണ് മിനിറ്റിൽ കയറുന്നത്. അപ്പോൾ അതിനുള്ള സമയം എന്താണ്? 1/2 മീറ്റർ എന്ന് വെച്ചാൽ അത് സ്പീഡായിട്ട് വരും. അപ്പോൾ 10 മീറ്ററിന് 1/2 മീറ്റർ 1 മിനിറ്റ് കയറിയാണല്ലോ. അപ്പോൾ 1/2 മീറ്റർ 1 മിനിറ്റ് കയറി വെച്ചാൽ അത് സ്പീഡാണ്. അപ്പോൾ ആ ടൈം കാണാനായിട്ട് S/V അപ്ലൈ ചെയ്യാൻ 10/0.5 20 എന്ന് കിട്ടും. ലാസ്റ്റ് 1 മിനിറ്റ് നേരിട്ട് അവിടെ കയറിയാണല്ലോ, കീഴോട്ട് ഇറങ്ങാതെ. അപ്പോൾ അതിൻ്റെ 1 മിനിറ്റ്. അപ്പോൾ ആകെ സമയം 10/0.5, ദാറ്റ് ഈസ് 20 + 1 21 മിനിറ്റ്. അപ്പോൾ ഇയാൾ ആ മതിലിൻ്റെ മുകളിലെത്തുന്നത് 5 മിനിറ്റ് അല്ലെങ്കിൽ 5 PM പിന്നെ 21 മിനിറ്റും എടുക്കും. സോ 5:21 PM. ദാറ്റ് ഇസ് ദി ആൻസർ. ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ. A monkey climbs a 60-meter high pole. In first minute, he climbs 6 meter and slips 3 meter in the next minute. How much time is required by it to reach the top? ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ക്വസ്റ്റിൻ്റെ അതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യനാണ്. ഒരു മങ്കി ക്ലൈം 60 meter ഹൈ പോൾ ഇൻ ഫസ്റ്റ് മിനിറ്റ്. ഒരു 2 മിനിറ്റ് നമ്മൾ കയറ്റം വിചാരിച്ചാൽ ഫസ്റ്റ് മിനിറ്റിൽ 6 മീറ്റർ ഈ പോളിലൂടെ വെപ്പോട്ട് കയറും, 3 മീറ്റർ ഇറങ്ങും. ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ബൈ ഇറ്റ് ടു റീച്ച് ദി ടോപ്പ്? ടോപ്പിലെത്താൻ എത്ര നേരം വേണം? സോ ഹിയർ ആൻസർ ഈസ് 35 മിനിറ്റ്, 33 മിനിറ്റ്, 37 മിനിറ്റ്, 40 മിനിറ്റ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് he take 37 minutes. Let us see the answer. He climbs 6 meter in the first minute and slips down 3 meter in the second minute. Next minute. That is monkey climbs 3 meter. 6 meter കയറിയ 3 മീറ്റർ ഇറങ്ങി, ഫലത്തിൽ 3 മീറ്ററേ ഉള്ളു.
monkey climbs 3 meters in 2 minutes. Then he climbs in 1 minute 3/2 meter. അപ്പോൾ 6 മീറ്റർ കയറി 1 മിനിറ്റ് കൊണ്ട് 6 മീറ്റർ കയറി 3 മിനിറ്റ് ഇറങ്ങുമ്പോൾ അടുത്ത മിനിറ്റിൽ 3 മിനിറ്റ് ഇറങ്ങുമ്പോൾ 2 മിനിറ്റിൽ ഫലത്തിൽ 3 മീറ്റർ കയറും. അപ്പോൾ 1 മിനിറ്റ് കയറി 3/2 മീറ്ററാണ്. 1 മിനിറ്റിൽ കയറി 3/2 മീറ്ററാണ്. But in the last minute he climbs 6 meters as he gets the top of the fall. അപ്പോൾ ടൈം റിക്വയർഡ് ആകെ 60 മീറ്റർ ആണല്ലോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ 6 മീറ്റർ കയറുന്നതുകൊണ്ട് ആ 1 മിനിറ്റ് നമുക്ക് പ്രത്യേകം കീപ്പ് ചെയ്യാം. 6/6 6ആണ് വെലോസിറ്റി ലാസ്റ്റിൽ. അപ്പോൾ 6/1 മിനിറ്റ് പ്രത്യേകം കീപ്പ് ചെയ്യാം. 1 മിനിറ്റ് 6/6 1 ആണ്. പിന്നെ ബാക്കി 54 മീറ്ററാണ്. ആകെ പോളിൻ്റെ പൊക്കം 60 മീറ്ററാണ്. ബാക്കി 54 മീറ്ററാണ് ഈ മിനിറ്റിൽ 3 മീറ്റർ വെച്ചുള്ള 2 മിനിറ്റിൽ 3 മീറ്റർ വെച്ചുള്ള കയറ്റം. അല്ലെങ്കിൽ 1 മിനിറ്റിൽ 1.5 മീറ്റർ വെച്ചുള്ള കയറ്റം. 1 മിനിറ്റിൽ 1.5 മീറ്റർ വെച്ചുള്ള കയറ്റാണ്. അപ്പോൾ ആ സ്പീഡ് ഹൈറ്റ് 54 കയറേണ്ടത്. 6 മീറ്റർ അവസാനത്തെ മിനിറ്റ് കയറുമല്ലോ. അപ്പോൾ ബാക്കി കയറേണ്ട ദൂരം 54. സ്പീഡ് 1.5 വരും. 1 വെച്ചാൽ 3/2 കൊണ്ട് ഹരിക്കണം. 3/2 എന്ന് വെച്ചാൽ മറിച്ച് വിടുമ്പോൾ 2/3 എന്ന് കിട്ടും. അപ്പോൾ ആകെ ടൈം 2 × 5/3 + 1 6/6 ആണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇത് വെട്ടിപ്പോയിട്ട് നമുക്ക് 36 + 36 + 1 37 മിനിറ്റ് എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An anti-climbing up a vertical pole ascends 12 meters and slips down 5 meters in every alternate hour. If the pole is 63 meters high, how long will it take it to reach the top? അപ്പോൾ ഒരു വെർട്ടിക്കൽ പോള് ക്ലൈംബ് ചെയ്യുകയാണ്. അത് 12 മീറ്റർ മേപ്പോട്ട് കയറും, 5 മീറ്റർ കീഴോട്ടിറങ്ങും. ഓരോ മണിക്കൂറിലും 12 മീറ്റർ കയറും, 5 മിനിറ്റ് ഇറങ്ങും. ഒരു മണിക്കൂറിൽ 12 മീറ്റർ കയറിയാൽ അടുത്ത മണിക്കൂറിൽ ഇത് 5 മീറ്റർ താഴോട്ട് ഇറങ്ങും. ഇഫ് ദി പോൾ ഈസ് 63 മീറ്റർ ഹൈ, ഹൗ ലോങ് എത്ര സമയം എടുക്കും? എത്ര നേരം എടുക്കും? വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദ ടോപ്പ്? അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് 18 hours, 17 hours, 16 hours and 35 minutes, 16 hours and 40 minutes, none of this. Option C, that is 16 hours and 40 minutes. You see, solution. Since it climbs 7 meters in every 2 hours, 7 meter, അതായത് 12 മീറ്റർ കയറുകയും 5 മീറ്റർ ഇറങ്ങുകയാണല്ലോ. വായിച്ചു നോക്കി. It climbs 12 meters and slips down 5 meters in every alternate hour. Since it climbs 7 meters in every 2 hours, at the end of 14 hours, it would have climbed 49 meters. In 15th hour, it will reach 61 meters. Then drops back to 56 meters in the 16th hour. It will take 35 minutes to travel remaining 7 meters. Since it will be ascending in the 17th hour. Thus time 16 hours and 35 minutes. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയാണ്. അതായത് ഇതിൻ്റെ 2 അവറിൽ ഫലത്തിൽ ഇത് കയറുന്നത് 7 മീറ്ററാണ്. കാരണം 12 മീറ്റർ കയറുകയും 1 മണിക്കൂർ 12 മീറ്റർ കയറുകയും അടുത്ത മണിക്കൂർ 5 മിനിറ്റ് ഇറങ്ങുകയും ചെയ്താൽ ഫലത്തിൽ 2 മണിക്കൂർ കൊണ്ട് കയറുന്നത് 7 മീറ്ററാണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അത് 3.5 മീറ്ററേ പോകുന്നുള്ളൂ. അപ്പോൾ 14 അവർ നിങ്ങൊരു കണക്കെടുക്കാം. 14 അവർ കൊണ്ട് അത് 49 മീറ്റർ കയറും. 14 അവർ കൊണ്ട് 49 3.5 1 മണിക്കൂറിൽ 3.5 വെച്ച് 14 മണിക്കൂർ.
49 മീറ്റർ കയറും. 15th അവറിൽ അത് 61 മീറ്റർ ആകും. കാരണം 1 മണിക്കൂറോട് വരുമല്ലോ. 61 മീറ്റർ. ഇൻ ദ 15th അവർ ഇറ്റ് വുഡ് റീച്ച് 61 മീറ്റർ വരും. ഇപ്പോൾ 14 മീറ്ററിൽ ഇറ്റ് വുഡ് ഹാവ് ക്ലൈംബഡ് അപ് ടു 14 മീറ്റർ. ഇൻ ദ 15th അവർ ഇറ്റ് റീച്ച് 61 മീറ്റർ. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 61 meter. Then drops back to 56 meter in the 16th hour. 16ാമത്തെ മണിക്കൂറിൽ, കാരണം ഈ 49 മിനിറ്റ് ഈ മണിക്കൂറിൽ 3.5 വെച്ചിട്ട് 49 മീറ്റർ കയറും. 14 മണിക്കൂറുണ്ട്. പിന്നെ അടുത്ത മണിക്കൂറിൽ നമ്മൾ കയറ്റം മാത്രം വിചാരിക്കണം. 15th അവറിൽ 12 മീറ്റർ കയറുമ്പോൾ 49 + 12 61 കിട്ടും. പിന്നെ അടുത്ത മണിക്കൂറിൽ ഇത് 5 മിനിറ്റ് ഇറങ്ങുമല്ലോ. അപ്പോൾ 61ൽ 56ലേക്ക് വരും. അപ്പോൾ മണിക്കൂർ 16ആയി. ഇനി മുകളിലോട്ട് 56 മീറ്ററായി. ഇനി മുകളിലോട്ട് 4 മീറ്റർ കയറിയാൽ മതി. മണിക്കൂറിൽ 12 മീറ്റർ കയറും. അപ്പോൾ ബാക്കിയുള്ള ഈ 56 മീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 മീറ്റർ കയറാൻ ബാക്കിയുള്ള it will take 35 minutes to travel remaining 7 meter since it will be ascending in the 17th hour. Thus, the total time is 16 hour and 35 minutes. ഇപ്പോൾ ലാസ്റ്റിൽ ഈ 17ാമത്തെ മണിക്കൂറിൽ അസെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതി നോക്കണം, ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി നോക്കണം. അപ്പോൾ നോക്കിക്കേ, since it climbed 7 meter in every 2 hours, at the end of 14 hours it would have climbed up to 14 meter. In 15th hour it will reach 61 meter, ഒരു 12 ഡിഫറൻസ്. then drops back 56 meter, ഒരു 5 ഡിഫറൻസ്. in the 16th hour it will take another 35 minutes to travel remaining 7 meter. ബാക്കിയുള്ള 7 മീറ്റർ 30 മിനിറ്റ് വേണം, കാരണം ഒരു മണിക്കൂർ 12ആണ്. since it will ascending in the 17th hour, so the total time is 16 hour and 35 minutes. ഇപ്പോൾ 17th അവറിൻ്റെ കണക്കിലേക്ക് വരണ്ട. 16 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള ദൂരം 16 മണിക്കൂർ 56 മീറ്റർ, ബാക്കിയുള്ള ദൂരം 4 മീറ്റർ കയറാൻ അതിന് 35 മിനിറ്റ് വേണം. അപ്പോൾ ആകെ സമയം 16 മണിക്കൂർ 30 മിനിറ്റ്. 17ാമത്തെ മണിക്കൂറിൻ്റെ കണക്ക് എടുക്കേണ്ടതില്ല. ദറ്റ് ഈസ് ഓൾ. അല്ലെങ്കിൽ അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ടും ചെയ്യാൻ കേട്ടോ. അത് ഡീറ്റെയിൽ സൊല്യൂഷൻ ഉണ്ട്. ഡീറ്റെയിൽ ഗിവൺ ആൻഡ് അസെൻസ് 12 മീറ്റർ ഇൻ ദ ഫസ്റ്റ് അവേഴ്സ് ആൻഡ് സ്ലിപ്സ് ഡൗൺ 5 meters in second hour. This is repeated in every hour. It means in every 2 hours and ascend 7 meter. ഓരോ മണിക്കൂർ 7 മീറ്റർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും. Therefore, in the end of 14 hour, the end എന്ന് മതി, എൻസ് വേണ്ട, end of 14 hour, it ascends 14 into 7/2, 3.5 വെച്ചിട്ട് 49 meters. So in the next hour, that is in the 15th hour, and will ascend another 12 meter till the end of 15 hour and climbed 49 plus 12, 61 meters. But 16th hour and will slip down 5 meter, so distance 56. The remaining is 4 meter. The time to climb the remaining 4 meter, the time to total 63.
So up to 16th hour it has climbed 50 meter. For the remaining 7 meter to climb, it will take 35 minutes. It will take 35 minutes. So the answer is 16 hour 35 minutes. That's the problem. ഈ 7 മീറ്ററിന് നമുക്ക് 30 മിനിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു 12ന് 60 മിനിറ്റെങ്കിൽ 7 എത്ര, അങ്ങനെയാണ്. 12ന് 60 മിനിറ്റെങ്കിൽ 7 എത്ര, അപ്പോൾ 8 5 35 മിനിറ്റ്, 16 മണിക്കൂറും 35 മിനിറ്റും എടുക്കും. ഒന്നൊരു ആലോചിച്ച് നോക്കുക. That is all. Thank you very much. With the 25th lecture, we continue our class. Thank you.